ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം ശ്രീശങ്കര ദർശനത്തിന്റെ നിഴൽ മാത്രമായി വ്യാഖ്യാനിക്കപ്പെടുവാൻ ഇതും ഒരു കാരണമായിരുന്നിരിക്കാം. മാറടാ തീണ്ടപ്പാടിനപ്പുറം ഹരണൻ ഞാൻ ചണ്ടാലൻ നീ എന്ന് ഗർജിച്ച സ്വാമികളോട് ആ ചണ്ടാലൻ വിനയത്തോടു കൂടി ചോദിച്ചു, അദ്വിതീയം നിരവധ്യം നിരഞ്ജനം സത്യം ചിദാനന്ദമേകം എന്നൊക്കെയും ഓതുന്നു വേദാന്തം എന്നിരിക്കെ സന്യാസിയായ അങ്ങയ്ക്ക് എങ്ങനെയാണ് ഈ ഭേദചിന്ത ഉണ്ടായത്? തൻ്റെ പാദപാംസുക്കൾ കൊണ്ട് കടലിനെ അടക്കി ഒതുക്കി നിർത്തിയ ശ്രീനാരായണ ഗുരുദേവൻ മഴ പെയ്യാതിരുന്ന് ജനങ്ങൾ വലഞ്ഞപ്പോൾ അർദ്ധനാരീശ്വര സ്തവം ചൊല്ലി മഴ പെയ്യിച്ചു. ഇങ്ങനെ മാതൃസ്നേഹത്തിന്റെ ആ ആസ്മരിക ഭാവം, മാതൃസ്നേഹത്തിന്റെ ആ മഹാസാഗരം, മാതൃസ്നേഹത്തിന്റെ ആ മഹാസ്പർശം, ത്യാഗത്തിലൂടെ, ക്ഷമയിലൂടെ, സഹനത്തിലൂടെ അമ്മയായി മാറുമ്പോഴുള്ള ഒരു സ്ത്രീയുടെ മഹത്വം ശ്രീനാരായണ ഗുരുദേവൻ കണ്ടറിഞ്ഞിരുന്നു പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ. എങ്ങനെയാണ് സന്യാസിയായ ഗുരുദേവൻ, ബ്രഹ്മചാരിയായ ഗുരുദേവൻ ഈ ഒരമ്മ അനുഭവിക്കുന്ന, ഗർഭിണിയായിരിക്കുന്ന ഒരമ്മ അനുഭവിക്കുന്ന ആ വേദന പോലും എങ്ങനെയാണ് ഗുരുദേവൻ മനസ്സിലാക്കിയത്? തൻ്റെ യോഗസിദ്ധി കൊണ്ട്. അല്ലെങ്കിൽ ഗുരുദേവൻ അറിയാത്ത ഒരു കാര്യവും ഭൂമിയിലില്ല. ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതൊക്കെയും ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിലൂടെ ഗുരുദേവൻ നമുക്ക് ഉപദേശിച്ചു തന്നു. 5 മന്ത്രങ്ങൾ ജനങ്ങൾക്ക് നൽകി അവരെ ആവേശഭരിതരാക്കി. സത്യം, ശുചിത്വം, ധർമ്മബോധം, ഐക്യം. ഇതിനേക്കാൾ വലിയ മനഃശാസ്ത്രമോ ഇതിനേക്കാൾ വലിയ സാമൂഹ്യ ശാസ്ത്രമോ മറ്റേതെങ്കിലും ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുണ്ടോ? ആത്മോപദേശ ശതകത്തിലെ 100 വരികളിലൂടെ ആത്മാവിനെ കുറിച്ച് 108 ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഗുരുദേവൻ തൻ്റെ വിജ്ഞാന മണ്ഡലത്തിന്റെ ഉത്തുംഗ ശൃംഗം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. 1 കോടി ദിവാകരൊത്തുയരുമ്പടി പാരുടെ നീരനലാദികളും കെടുമാറി കിളർന്നു വരുന്ന ആ പരമ്പൊരുളിനെ സാക്ഷാത്കരിച്ച ശേഷം, അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരം സിദ്ധിച്ച ശേഷം ഗുരുദേവന് വേണമെങ്കിൽ ഏതെങ്കിലും കാട്ടിലോ ഗുഹയിലോ പോയിരുന്ന് ധ്യാനിച്ച് മോക്ഷം നേടാമായിരുന്നു. അതുമല്ലെങ്കിൽ ആചാര്യസ്വാമികളെ പോലെ തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് ജയിച്ച് വിജ്ഞാനം കൊണ്ട് ദിഗ്വിജയം നേടി സർവജ്ഞ പീഠം കയറി മോക്ഷം നേടാമായിരുന്നു. അതുമല്ലെങ്കിൽ നമുക്കറിയാം, ഗുരുക്കന്മാരുടെയും ഗുരുവായ വേദവ്യാസന് പോലും ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ഹിമാലയം. ആ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്ത് മോക്ഷം നേടാമായിരുന്നു. ഇതൊന്നുമായിരുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ അനുഷ്ഠിച്ച കർമ്മമാർഗം. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അജ്ഞതയുടെയും അന്ധകാരത്തിൽ അമർന്ന് ജീവിച്ചിരുന്ന ഒരു ജനതയ്ക്ക് വെളിച്ചമായി തീർന്നുകൊണ്ട്, വിദ്യയിലും വിദ്യത്തിലും അവരെ സമ്പന്നരാക്കിക്കൊണ്ട്, സംഘടന കൊണ്ട് ശക്തരാക്കി മാറ്റിയെടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. സഹജീവികളോടുള്ള ഈ അനന്തകാരുണ്യമാണ് ഭാരതം കണ്ടിട്ടുള്ള മറ്റൊരു ഋഷീശ്വരന്മാരിൽ നിന്നും ഗുരുദേവനെ വ്യത്യസ്തനാക്കുന്നത്. ഗുരു നമോ ദേവാ
എത്തലങ്ങേക്ക് പൂജ ചെയ്യാൻ തപസ്വിയം ശിവലിംഗ സ്വാമിയല്ല ഞാൻ, കഠിനമാം സാധനകൾ അനുഷ്ഠിക്കുവാൻ. ആരാധ്യരായ ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൻ്റെ ഭരണ സാരഥികൾ, സ്നേഹമുള്ള ശ്രീനാരായണ ഭക്തരായ സജ്ജനങ്ങളെ, ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠകളിലൂടെ വിശ്വാസ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചു. തയോഡോഷ്യസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ വൈദികനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് എടുക്കണം. അപ്പോൾ ബൈബിളൊക്കെ മറച്ചു നോക്കിയപ്പോൾ അതൊന്നും ശരിയാവുന്നില്ല. ആരോ പറഞ്ഞു ഗുരുദേവനെ കുറിച്ച് പഠിച്ചാൽ ഡോക്ടറേറ്റ് കിട്ടാൻ എളുപ്പമാണ് എന്ന്. അങ്ങനെ അദ്ദേഹം ഗുരുവിൻ്റെ കൃതികളൊക്കെ എടുത്തു നോക്കി, ദൈവദശകം എടുത്തു നോക്കി, ആത്മോപദേശ ശതകം നോക്കി, ഒന്നും പഠിച്ചാൽ കിട്ടുന്നില്ല. പിന്നെ അദ്ദേഹം എന്തു ചെയ്തു വന്നോ, ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലൂടെ ഒരു യാത്ര തുടർന്നു. അരുവിപ്പുറം മുതൽ ഓങ്കാരേശ്വര ക്ഷേത്രം വരെ അദ്ദേഹം ഒരു യാത്ര തുടർന്നു. ഒടുവിൽ മുരുക്കുംപുഴയിലെത്തിയപ്പോൾ അവിടെ ഒരു പ്രഭയാണ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന് തുടങ്ങുന്ന എഴുതിയ ഒരു പ്രഭ. അദ്ദേഹം അവിടെ എത്തി അതിനെക്കുറിച്ച് പഠിച്ചു, ക്ഷേത്രത്തെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ആ നാടിൻ്റെ പുരോഗതി ആ ക്ഷേത്രത്തിലൂടെയാണ് എന്ന്. അങ്ങനെ അദ്ദേഹം മുരുക്കുംപുഴയും പാരമ്പര്യങ്ങളുടെ പരിരക്ഷണവും എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത് അദ്ദേഹം ഡോക്ടർ തയോഡോഷ്യസ് എന്ന വ്യക്തിയായി മാറി. ഞാൻ പറഞ്ഞു വന്നത്, ഒരു നാടിൻ്റെ പുരോഗതി ഒരു ക്ഷേത്രത്തിലൂടെയാണ് എന്ന് ഈ ശ്രീ മാഹേശ്വര ക്ഷേത്രം നമ്മെ കാണിച്ചു തരുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയുടെ അഹങ്കാരം, സാംസ്കാരിക പ്രൗഢിയുടെ അടയാളം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കുറുക്കഞ്ചേരി മാഹേശ്വര ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നു. 1916 ചിങ്ങമാസത്തിലെ ഉത്രാടം നാളിൽ ഗുരുദേവൻ കുറുക്കഞ്ചേരിയിൽ മാഹേശ്വരനെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നതിന്റെ മുഹൂർത്തം നിശ്ചയിക്കേണ്ടിയിരുന്ന ഗുരുദേവനായിരുന്നു. ഗുരു പറഞ്ഞു 2 മണിക്ക് ഒരു മഴ പെയ്യും, അതാണ് മുഹൂർത്തം. 2 മണിക്ക് ഒരു മഴ പെയ്തു. ഗുരുദേവൻ മാഹേശ്വരനെ പ്രതിഷ്ഠിച്ചു. പ്രിയമുള്ളവരെ, ഗുരുവിൻ്റെ ചതയ നക്ഷത്ര പൂജ ഇപ്പോൾ ഒരുപാട് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ അനുഷ്ഠിച്ചു വരുന്നുണ്ട്. കുറുക്കഞ്ചേരി മാഹേശ്വര ക്ഷേത്രത്തിലും അത് മുടങ്ങാതെ നടന്നു വരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട്. ഗുരുവിനെ അറിയുവാനും സ്വാംശീകരിക്കുവാനുമുള്ള പുണ്യദിനങ്ങളായി മാറട്ടെ ഓരോ ചതയവ്രതവും എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ 64 പരം കൃതികളിലൂടെ സാമൂഹ്യ മനുഷ്യനായി പച്ചയായി കണ്ട തൃപ്പാദങ്ങൾ നമുക്ക് അദ്വൈത മനുഷ്യ ദർശനം പറഞ്ഞു തന്നു. ആത്മോപദേശ ശതകത്തിലെ 100 വരികളിലൂടെ ആത്മാവിനെ കുറിച്ച് 108 ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഗുരുദേവൻ തൻ്റെ വിജ്ഞാന മണ്ഡലത്തിന്റെ ഉത്തുംഗ ശൃംഗം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അതിഗഹനമായ സംസ്കൃത പദങ്ങളിലൂടെ ഗുരുദേവൻ നടത്തിയ അനായാസ യാത്ര വിനായകാഷ്ടകത്തിൽ, ഗുഹാഷ്ടകത്തിൽ, ചിദംബരാഷ്ടകത്തിലെല്ലാം നാം വായിച്ചു. അങ്ങനെ ദേവന്മാരെ അമ്പരപ്പിക്കുമാറ് ദേവഭാഷയായ സംസ്കൃതത്തെ ഗുരുദേവൻ കൈകാര്യം ചെയ്തു. മുനിമാരുടെ ജീവിതചര്യ എന്തായിരിക്കണമെന്ന് മഹാമുനിയായ ഗുരുദേവൻ എഴുതി. അതുപോലെ തന്നെ പച്ച മനുഷ്യരായി ജീവിക്കുന്ന സഹധർമ്മിണിമാരുടെ പാതിവൃത്യ മഹത്വവും ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. 5 മന്ത്രങ്ങൾ ജനങ്ങൾക്ക് നൽകി അവരെ ആവേശഭരിതരാക്കി.
സത്യം, ശുചിത്വം, ധർമ്മബോധം, ഐക്യം, ഇതിനേക്കാൾ വലിയ മനഃശാസ്ത്രമോ ഇതിനേക്കാൾ വലിയ സാമൂഹ്യ ശാസ്ത്രമോ മറ്റേതെങ്കിലും ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുണ്ടോ? ജാതി ലക്ഷണത്തിലൂടെ, ജാതി നിർണയത്തിലൂടെ അവിടുന്ന് സാമൂഹ്യ വിപ്ലവത്തിന്റെ കാഹളം ശാന്തമായി ബ്രഹ്മജ്ഞാനി പദത്തിൽ ഇരുന്ന് മുഴക്കി. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഈശ്വരാനുഭൂതിയെ സൃഷ്ടിയിലും സ്രഷ്ടാവിലും സൃഷ്ടിജാലത്തിലും സൃഷ്ടിക്കുള്ള സാമഗ്രികളിലും കണ്ടു നിറഞ്ഞ് ആ അനുഭവ മധുരിമയ്ക്കപ്പുറത്തേക്ക് ദൈവമഹിമയുടെ കരപെരുകി കവിയും സമുദ്രമായി ദൈവദശകം നമുക്ക് ഗുരുദേവൻ രചിച്ചു തന്നു. അയ്യോ ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു നീ എന്നീയെ, കയ്യേകിടുവതിന് കാൺകിലൊരുവൻ കാരുണ്യവാൻ ആരഹോ. പയ്യാർന്ന് ഈ ജനം ആഴിയിൽ പതിവതിൻ മുന്നേ പെയ്യാറാകണമേ ഘനാമ്പു കൃപയ ഗംഗാ നദീധാമമേ. തന്റെ പാദപാംസുക്കൾ കൊണ്ട് കടലിനെ അടക്കി ഒതുക്കി നിർത്തിയ ശ്രീനാരായണ ഗുരുദേവൻ മഴ പെയ്യാതിരുന്ന് ജനങ്ങൾ വലഞ്ഞപ്പോൾ അർദ്ധനാരീശ്വര സ്തവം ചൊല്ലി മഴ പെയ്യിച്ചു. അധ്യാരോപ ദർശനം, അപവാദ ദർശനം, അസത്യ ദർശനം, മായാദർശനം, ഭാനദർശനം, കർമ്മദർശനം, ജ്ഞാനദർശനം, ഭക്തി ദർശനം, യോഗ ദർശനം, നിർവാണ ദർശനം, ഇങ്ങനെ 10 ദർശനങ്ങൾ അടങ്ങിയ ദർശനമാല ഗുരുദേവൻ നമുക്ക് രചിച്ചു നൽകി അനുഗ്രഹിച്ചു. ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതൊക്കെയും ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിലൂടെ ഗുരുദേവൻ നമുക്ക് ഉപദേശിച്ചു തന്നു. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നീ 8 വിഷയങ്ങളിൽ വിജ്ഞാനം നേടി ഭൗതികമായും ആത്മീയമായും മുന്നേറണമെന്ന് ശിവഗിരി തീർത്ഥാടന സന്ദേശത്തിലൂടെ ഗുരുദേവൻ നമ്മോട് ഉപദേശിച്ചു തന്നു. ഇതൊക്കെയാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവന് സ്വന്തമായി ഒരു ദർശനമുണ്ട് എന്നുപോലും അംഗീകരിക്കുവാൻ നമ്മുടെ ഗ്രന്ഥകാരന്മാരോ ചരിത്രകാരന്മാരോ തയ്യാറായില്ല എന്നതാണ് വാസ്തവം. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം ശ്രീശങ്കര ദർശനത്തിന്റെ നിഴൽ മാത്രമായി വ്യാഖ്യാനിക്കപ്പെട്ടു. തത്വശാസ്ത്രത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് ഗുരുദേവൻ പറഞ്ഞതായി നാം കേട്ടിട്ടുണ്ട്. തത്വശാസ്ത്രത്തിൽ എന്താണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയാം. തന്റെ ദർശനത്തിന്റെ അടിസ്ഥാനവും അദ്വൈതമാണ് എന്ന് മാത്രമേ ഗുരുദേവൻ ഉദ്ദേശിക്കാനിടയുള്ളൂ. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം ശ്രീശങ്കര ദർശനത്തിന്റെ നിഴൽ മാത്രമായി വ്യാഖ്യാനിക്കപ്പെടുവാൻ ഇതും ഒരു കാരണമായിരുന്നിരിക്കാം. അദ്വൈത വേദാന്തത്തിന്റെ ഏറ്റവും വലിയ പ്രവാചകനും സൈദ്ധാന്തികനുമാണ് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ. ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചുകൊണ്ട് ഭേദവാദം നിഷ്കാസനം ചെയ്ത് അദ്വൈത ദർശനത്തെ പറഞ്ഞു തന്നു ശ്രീ ശങ്കരാചാര്യസ്വാമികൾ. ആചാര്യസ്വാമികൾ ഒരിക്കൽ മധ്യാഹ്ന കർമ്മങ്ങൾക്ക് വേണ്ടി ഗംഗാതീരത്തു കൂടി നടന്നു പോകുമ്പോൾ എതിരെ വരുന്ന ഒരു ചണ്ടാളൻ 4 നായ്ക്കളോടുകൂടി. ഇത് കണ്ടപ്പോൾ നിമിഷ നേരത്തേക്കാണെങ്കിലും ഭേദചിന്ത സ്വാമികളുടെ മനസ്സിലൂടെ കടന്നുപോയി എന്നാണ് പറയുന്നത്. മാറടാ തീണ്ടപ്പാടിനപ്പുറം, ഹരണൻ ഞാൻ ചണ്ടാലൻ നീ എന്ന് ഗർജിച്ച സ്വാമികളോട് ആ ചണ്ടാലൻ വിനയത്തോടു കൂടി ചോദിച്ചു, അദ്വിതീയം നിരവധ്യം നിരഞ്ജനം സത്യം ചിദാനന്ദവേഗം എന്നൊക്കെയും ഓതുന്നു വേദാന്തം എന്നിരിക്കെ സന്യാസിയായ അങ്ങേക്ക് എങ്ങനെയാണ് ഈ ഭേദചിന്ത ഉണ്ടായത്? ഇനി ഞാൻ മാറാം, എന്താണ് മാറേണ്ടത്? എന്റെ ദേഹമാണോ മാറേണ്ടത് അതോ ദേഹിയാണോ? ദേഹമാണ് മാറേണ്ടത് എങ്കിൽ നമ്മുടെ 2 പേരുടെയും ശരീരം ഒന്ന് തന്നെയല്ലേ. അന്നം കൊണ്ടുണ്ടാകുന്നു, അന്നമില്ലെങ്കിൽ നശിച്ചു പോകുന്നു, അന്നം കൊണ്ട് വളരുന്നു. ഇനി ഈ നശ്വരമായ ഈ ശരീരം ഒന്നുകിൽ മണ്ണ് തിന്നും അല്ലെങ്കിൽ എരിക്കോ നരിക്കോ ഉള്ളതാണ്. ഇനി ദേഹിയാണ് മാറേണ്ടത് എങ്കിൽ നമ്മുടെ 2 പേരുടെയും ശരീരത്തിലുള്ള ആത്മാവ് ഒന്ന് തന്നെയല്ലേ. ആത്മാവിന് ഒരു ശരീരത്തോടും ഭേദമില്ല. ആദിദേവനായ സൂര്യഭഗവാൻ സർവചരാചരങ്ങളെയും ചൈതന്യവൽക്കരിക്കുകയും ചെയ്യുന്ന ആദിദേവനായ സൂര്യഭഗവാൻ മലിനമായ ഈ ഓടയിലെ വെള്ളത്തിലും
പരിശുദ്ധമായ ഈ ഗംഗാജലത്തിലും തൻ്റെ രശ്മികൾ, കരങ്ങളാകുന്ന രശ്മികൾ പതിപ്പിക്കുന്നത് സമഭാവനയോടെയല്ലേ? ഈ വസ്തുതകളെല്ലാം മറന്നുകൊണ്ട് അങ്ങ് ബ്രാഹ്മണനാണെന്നും ഞാൻ ചണ്ടാലനാണെന്നും പറഞ്ഞ് വഴിമാറുവാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് കേട്ടപ്പോൾ ആചാര്യസ്വാമികൾക്ക് തൻ്റെ തെറ്റ് ബോധ്യമാവുകയും ആ ചണ്ടാലനെ നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് വന്ന് ആരോ എഴുതി വെച്ചിരിക്കുന്നു ആ ചണ്ടാലൻ ശിവനായിരുന്നു എന്ന്. അത് ഒരു ചണ്ടാലന്റെ മുമ്പിൽ ആചാര്യസ്വാമികൾ നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു കുറച്ചിലല്ലേ? അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഭേദചിന്ത മാറ്റുന്നത്, ചണ്ടാലനായാലും ബ്രാഹ്മണനായാലും അയാൾ ഗുരുവാണ്, ഗുരുതുല്യനാണ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ശ്രീശങ്കരൻ ശ്രീശങ്കരാചാര്യനായതും ശ്രീനാരായണൻ ശ്രീനാരായണ ഗുരുവായതും. മനുഷ്യനെ നിന്നകറ്റി കർമ്മങ്ങൾക്ക് ഭേദം കൽപ്പിക്കുന്ന ഭാവന അണുമാത്രമെങ്കിലും ഗുരുദേവനിൽ ഉണ്ടായിരുന്നു എങ്കിൽ മതവിദ്വേഷം കൊണ്ട് പങ്കിലമായ മാനവചേതനയെ തൊട്ടുണർത്തിക്കൊണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന അദ്വൈത മന്ത്രം സമൂഹ മനസ്സിലേക്ക് ഓതിക്കൊടുക്കുവാൻ ഗുരുദേവന് കഴിയുമായിരുന്നില്ല. ഭേദചിന്ത അല്പമെങ്കിലും ഗുരുദേവനിൽ ഉണ്ടായിരുന്നു എങ്കിൽ ബ്രാഹ്മണ മേധാവിത്വം കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചാതുർവർണ്ണത്തിന്റെ കോട്ട തകർത്തുകൊണ്ട് ശിവപ്രതിഷ്ഠ നടത്തുവാൻ ഗുരുദേവന് കഴിയുമായിരുന്നില്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന് ക്ഷേത്രച്ചുവരിൽ എഴുതി വയ്ക്കുവാൻ ഗുരുദേവന് കഴിയുമായിരുന്നില്ല. ഭേദചിന്ത അല്പമെങ്കിലും ഗുരുദേവനിൽ ഉണ്ടായിരുന്നു എങ്കിൽ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ അടിവേരുകളെ പോലും പിഴുതെറിഞ്ഞുകൊണ്ട് മനുഷ്യാണ മനുഷ്യത്വം ജാതിർഗത്വം ഗവാം യഥ ന ബ്രാഹ്മണാതിരസൈവം ഹാ തത്വം വേത്തി കോപിന എന്ന് പാടുവാൻ ഗുരുദേവന് കഴിയുമായിരുന്നില്ല. കാലഘട്ടത്തിനനുസൃതമായി ചിന്തിക്കുന്നവനല്ല, കാലഘട്ടത്തിനപ്പുറം കടന്ന് കാലഘട്ടത്തെ തിരുത്തി കുറിക്കുന്നവൻ, കാലത്തെയും കടന്നു കാണുന്നവൻ, അയാളാണ് യഥാർത്ഥ ദാർശനികൻ. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഒരു യഥാർത്ഥ ദാർശനികനാകുന്നു. പുരാണങ്ങളും ബ്രഹ്മസൂത്രവും ഉപനിഷത്തുകളും ഭഗവത്ഗീതയുമായിരുന്നു ആചാര്യസ്വാമികൾക്ക് അദ്വൈതം കടഞ്ഞെടുക്കാനുണ്ടായ പാലാഴി എങ്കിൽ ശ്രീനാരായണ ഗുരുദേവന് അത് യാതനകളും വേദനകളും നിറഞ്ഞ അടിമകളും അസ്പൃശ്യരുമടങ്ങിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ മനുഷ്യ ജീവിതമെന്ന മഹാസാഗരമായിരുന്നു. ബുദ്ധി കൊണ്ടാണ് ആചാര്യസ്വാമികൾ അദ്വൈതം കടഞ്ഞെടുത്തത് എങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതം കടഞ്ഞെടുത്തത് ഹൃദയം കൊണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഗുരുദേവൻ നമുക്ക് നൽകിയത് ഒരു ജീവിതമാണ്. ഒരു ജീവിതം നമുക്ക് നൽകിയ മഹാഗുരുവിന് വേണ്ടി ജീവിതത്തിലെ കുറച്ച് സമയം നമ്മൾ നീക്കിവെക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച ഉന്നതമായ ആ മാനുഷിക മൂല്യങ്ങൾക്ക് ചൈതന്യ നിർഭരമായ ഒരു പ്രവർത്തന മേഖല കണ്ടെത്തിയ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഒരു മഹാനാണ് മഹാകവി കുമാരനാശാൻ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടനയുടെ പ്രഥമ സെക്രട്ടറി പദം അലങ്കരിച്ച മഹാകവി കുമാരനാശാൻ സമുദായത്തിന്റെ ഹൃദയമണ്ഡലത്തിലേക്ക് തന്റെ ജീവരക്തം പമ്പു ചെയ്യുമ്പോഴും സാഹിത്യ പഠനവും കാവ്യരചനയും മറന്നു പോകാതിരുന്ന മഹാകവി കുമാരനാശാൻ 16 വർഷക്കാലം ഉത്തരവാദിത്വപ്പെട്ട സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ച് ഏറ്റവും ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്ഥാനം കൊണ്ട് നടന്ന കുമാരനാശാൻ എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവണം. ഒരു ഭാഗത്ത് ഗുരുവിനോടുള്ള ഉത്തരവാദിത്വം, മറ്റൊരു ഭാഗത്ത് തൻ്റെ സമുദായത്തോടുള്ള ഉത്തരവാദിത്വം, തൻ്റെ കവിത്വത്തെ പരിരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനുമുള്ള ഉത്തരവാദിത്വം. ഇങ്ങനെ അനേകം വൈകാരികമായ ഉത്തരവാദിത്വങ്ങളുടെ ഒരു സംഘർഷ ഭൂമിയിലാണ് ആശാൻ എന്ന കവി വളരുന്നതും ജീവിക്കുന്നതും. 1857 ജനിച്ച് വെറും 51 വർഷക്കാലം മാത്രം ജീവിച്ച് പല്ലനയാറിന്റെ ആഴങ്ങളിലേക്ക് താണുപോയ അഹന്ത താഴുന്നു താഴുന്നു ഞാനഹോ എന്ന് എഴുതി വെച്ചുകൊണ്ട്
പലനയാറ്റിന്റെ ആഴങ്ങളിലേക്ക് താണുപോയ ആ മഹാപ്രതിഭ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു മഹത്വം ആശാനിലുണ്ടായിരുന്നു. ശൃംഗാര കവിതകൾ എഴുതരുത് കുമാരു എന്ന തൻ്റെ ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് 18-ാമത്തെ വയസ്സിലാണ് കവി എന്ന അഴലാഴിയിലാണ്ട് തൻ്റെ സംരക്ഷണയിൽ വന്നണഞ്ഞ ആ പ്രതിഭാങ്കുരത്തെ അതിൻ്റെ സമഗ്രമായ സിദ്ധികളിലേക്ക് നയിച്ചുകൊണ്ട് ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ചു ശ്രീനാരായണ ഗുരുദേവൻ. ഈശ്വരാംശമായ ദിവ്യ സ്നേഹത്തിന്റെ മഹിമാ പ്രഭാവങ്ങൾക്ക് സർവ്വജീവജാലങ്ങളെയും രഞ്ജിപ്പിച്ചടിപ്പിക്കുവാൻ കഴിയുമെന്ന് ശ്രീനാരായണ ഗുരുവാകുന്ന നിർമ്മല സ്നേഹത്തിൽ നിന്നും ആശാൻ കണ്ടറിഞ്ഞു. ആശാൻ ഒരു സംഘർഷ ഭൂമിയിലാണ് ആശാൻ വളർന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ആശാൻ എഴുതി വെച്ചത്, കരുതുവതിക ചെയ്യവയ്യ ചെയ്യാൻ പരിധി ലഭിച്ചതിന്നിതാ വിചാരം പരമഹിതം അറിഞ്ഞുകൂടാ ആയുസ്ഥിരതയുമില്ല അതിനിന്ദ്യമീ നരത്വം. മഹത്തായ ജീവിത ദർശനങ്ങളെ ഇത്ര മനോഹരമായി ആവിഷ്കരിക്കുവാൻ ആശാനേക്കാൾ വലിയൊരു കവി ഉണ്ടായിട്ടുണ്ടെന്ന് പറയുവാൻ സാധിക്കുകയില്ല. തൻ്റെ ആ ജീവിത ദർശനങ്ങളെ, മഹത്തായ ജീവിത ദർശനങ്ങളെ തൻ്റെ കവിതയിലൂടെ ആവിഷ്കരിച്ചുകൊണ്ട് മനുഷ്യ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ആശാൻ ചെയ്തത്. തന്നതില്ല വരൻ ഉള്ളുകാട്ടുവാൻ ഒന്നുമേ ഉപായം ഈശ്വരൻ ഇന്ന് ഭാഷയത് അപൂർണം ഇങ്ങഹോ എന്നൊക്കെ ആശാൻ എഴുതി വയ്ക്കുമ്പോൾ അത് ആശാന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് എഴുതുന്നത്. നളിനി എന്ന കാവ്യത്തിലെ വരിയാണത്. നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നൊരു കൃതി ആശാൻ രചിച്ചിട്ടുണ്ട്. ആശാന്റെ നിരൂപകർ പറയുന്നു ഏറ്റവും മഹത്തായ കൃതിയാണ് നളിനി എന്ന്. നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം, അത് നളിനി എന്ന കഥാപാത്രത്തിന്റെ പേര് തന്നെയാണ് ആശാൻ അതിന് കൊടുത്തിട്ടുള്ളത്. ഈ നളിനിയും ദിവാകരനും ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരായിരുന്നു. ഒന്നിച്ചു പഠിച്ചു, ഒന്നിച്ചു വളർന്നു. പക്ഷെ യൗവനത്തിലെത്തിയപ്പോൾ അവർക്ക് പിരിയേണ്ടി വന്നു. ദിവാകരൻ സന്യാസിയായിട്ട് പോയി, നല്ല ഹൈമത ഭൂവി അവിടെയാണ്. നളിനി വീട്ടിൽ വന്ന് പിന്നെ പക്ഷേ നളിനിയുടെ സ്നേഹം അത് ഒരു അനുരാഗമായി മാറി. നളിനിക്ക് ദിവാകരനെ മറക്കുവാനേ കഴിഞ്ഞില്ല. യവനത്തിലെത്തി നളിനിയുടെ അമ്മയും അച്ഛനും നളിനിക്ക് വിവാഹാലോചന നടത്തി വിവാഹം ഉറപ്പിച്ചു. ഇതറിഞ്ഞപ്പോൾ നളിനി വീട് വിട്ടു. അങ്ങനെ കാട്ടിലൂടെ നടന്ന് ഒരു പൊയ്ക കാണുന്നു. ആ പൊയ്കയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തുനിയുന്നു. അപ്പൊ അതിനടുത്തുള്ള ഒരു ആശ്രമത്തിലെ സന്യാസിനി മുടിയിൽ പിടിച്ച് വലിച്ച് അവളെ രക്ഷപ്പെടുത്തി ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ അവിടെ താമസിക്കുകയാണ്. ഒരു സന്യാസിനിയുടെ ജീവിതം അവിടെ നയിക്കുകയാണ്. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. നമ്മളാണെങ്കിൽ പറയും നളിനി ആശ്രമത്തിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. ആശാൻ അങ്ങനെയല്ല പറയുന്നത്. പഞ്ചവൃത്തികൾ അടക്കി അന്യുഹം നെഞ്ചു വെച്ചൊരു തപോമയധനം സഞ്ചയിപ്പതിന് ഞാൻ തുടങ്ങി പിന്നെ 5 വട്ടമിഹ പൂത്തുകാനനം. ഇങ്ങനെ പ്രകൃതിയെ, ഇത്രമാത്രം പ്രകൃതിയെ തൻ്റെ കവിതയിൽ ആവിഷ്കരിക്കുവാൻ ആശാനേക്കാൾ വലിയ ഒരു കവിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ ലോകസാഹിത്യം മുഴുവൻ വായിച്ചിട്ടൊന്നുമില്ല. ഈ സാധാരണ കവിതകൾ വായിക്കുമ്പോഴേ മലയാളത്തിലെ 5 വട്ടമിഹ പൂത്തുകാനനം. നമ്മളാണെങ്കിൽ പറയും നളിനി ആശ്രമത്തിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു എന്ന് പറയും. അങ്ങനെ നളിനിയുടെ ജീവിത ലക്ഷ്യം ദിവാകരനെ കാണുക എന്നതായിരുന്നു. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. നളിനി ഒരു ദിവസം ആ തടാകത്തിനരികിലേക്ക് നടക്കുകയാണ്. അവിടെ ചെന്ന് നിന്ന് അവൾ ആ താമരയെ, അവിടെ വിരിഞ്ഞു നിൽക്കുന്ന താമരയെ നോക്കിക്കൊണ്ട് ഒരു ഗാനം ആലപിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ദിവാകരൻ നല്ല ഹൈമത ഭൂവിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുന്നു. ഈ ഒരു പാട്ട് കേൾക്കുന്നു. എന്താണ് ഈ കാട്ടിലൊരു മനുഷ്യ ശബ്ദം, ഒരു സംഗീതം. അതിലാകർഷനായിട്ട് അദ്ദേഹം ഉത്കണ്ഠയോടുകൂടി താഴേക്ക് ഇറങ്ങി വരുന്നു. അതൊക്കെ ആശാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഗഗയുവാവ് പോലവേ മുകളിൽ നിന്നും താഴേക്ക് കാട്ടിലെവിടെയോ തന്നെ കൂടിയിരിക്കുന്നു. ആ കൂടിനെ നോക്കുന്ന ഒരു പക്ഷി യുവാവ് പോലെ. എന്തൊരു ഉപമയാണ് അല്ലേ? അതൊക്കെ കേൾക്കുമ്പോ എന്നെ പോലെയുള്ള സാഹിത്യ അന്വേഷികള് എന്താ പറയാ, രോമാഞ്ചം കൊള്ളാറുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ? പ്രസിദ്ധമായൊരു ഉപമയാണ്. അതുകൊണ്ടാണ് ഈ നളിനിയുടെ എഴുതിയ അവതാരിക എഴുതിയ
രാജരാജവർമ്മ എഴുതി വെച്ചത് നവനവോല്ലേഖ കൽപ്പനകൾ തന്റെ കവിതയിൽ ആവിഷ്കരിച്ചുകൊണ്ട് ആശാൻ കവിതകൾ എഴുതുന്നു. നവനവോല്ലേഖ കൽപ്പനകൾ കൊണ്ട് ഗതാനുഗതികത്വത്തെക്കാൾ, പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നതിനേക്കാൾ നവനവോല്ലേഖ കൽപ്പനകൾ തന്റെ കവിതയിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഇതാ ഒരു വലിയ കവി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ ഒരു യുവാവ് പോലെ അദ്ദേഹം താഴേക്ക് നോക്കുകയാണ്. തന്റെ കൂടിയിരിക്കുന്നുണ്ട് അവിടെ ഒരു എന്താ പറയാ, ആ ഭൗതിക വസ്തു എന്തോ അവിടെ ഉണ്ട് എന്ന് ആശാൻ നമ്മോട് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. ആശാൻ അങ്ങനെ ഒരു കഴിവുണ്ട്, എല്ലാം അതേപടി തുറന്ന് പ്രകാശിപ്പിക്കാതെ കവിതയിലെ ഭാവ സൗന്ദര്യങ്ങളെ ഒരു ആസ്വാദ്യതയേറ്റുന്ന ഒരു ധ്വനിഭാവത്തിലാണ് ആശാൻ പ്രകടിപ്പിക്കുക. ഇവിടെ ആശാൻ ഈ ദിവാകരനെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സുമുഖനായ ഒരു യുവയോഗി, അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് തൻ്റെ കൂടെ എവിടെയോ കാട്ടിലുണ്ട് എന്നുള്ള ഭാവത്തിൽ നോക്കുന്നു. അങ്ങനെ താഴേക്ക് വന്നു, നളിനി നിൽക്കുന്ന അവിടെ വന്നു. പക്ഷെ കണ്ടതില്ല അവർ പരസ്പരം. മരം കൊണ്ട് മറഞ്ഞിരിക്കയാൽ. എന്നാൽ ഒരു ഉത്കണ്ഠ, രണ്ടുപേരുടെ ഹൃദയത്തിലും ഒരു ഉത്കണ്ഠ. ബന്ധവൈഭവം, അതാണ് ഒരു ബന്ധത്തിന്റെ ശക്തി എന്ന് ആശാൻ പറഞ്ഞു വയ്ക്കുക. രണ്ടുപേരും കണ്ടിട്ടില്ല, കാരണം അവരുടെ വഴിയിൽ മരങ്ങളുണ്ട്. പക്ഷെ അവസാനം നളിനി ദിവാകരനെ കാണുകയാണ്. ഇത്ര നാളും അവൾ കാത്തിരുന്നത് അതിനു വേണ്ടി തന്നെയാണ്. മുൻപിലേക്ക് വന്നു. അവൾ അത് ആശാൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? അടിക്കെട്ട് തകർന്ന അണക്കെട്ടിലെ വെള്ളം പോലെ പാഞ്ഞു ചെല്ലുകയാണ് ദിവാകരന്റെ അടുത്തേക്ക്. ദിവാകരന്റെ മുമ്പിൽ ചെന്ന് നിന്നു. നളിനി പറയുകയാണ്, ഞാൻ അങ്ങയുടെ ഇഷ്ടപ്പെട്ട നളിനിയാണ്, നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടില്ലേ? പക്ഷെ ദിവാകരൻ അതൊന്നും ഓർമ്മയില്ല. കാരണം അദ്ദേഹം സന്യാസിയാണ്, അദ്ദേഹം യമിയാണ്, എല്ലാ ഭൗതിക സുഖങ്ങളും ഉപേക്ഷിച്ചവനാണ്. അവനതൊന്നും ഓർമ്മയില്ല. അവൾ പറയുന്നുണ്ട്, എന്താണ്, മെച്ചമാർന്ന ഒരു കൊച്ചു മാലയൻ മാല കെട്ടി എന്റെ കൊച്ചു ആർമുടിയിൽ അങ്ങ് അണിഞ്ഞതും അങ്ങ് ഓർക്കുന്നില്ലേ? ഉച്ചയാൾ തണലിലാഞ്ഞ് പുസ്തകം വെച്ച് മല്ലി കയറത്തിരുന്നതും മെച്ചമാർന്നൊരു മാല കെട്ടി എൻ കൊച്ചു ആർമുടിയിൽ അങ്ങ് അണിഞ്ഞതും അങ്ങ് ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ദിവാകരൻ അതൊന്നും ഓർമ്മ വരുന്നില്ല. ദിവാകരൻ നളിനി ആകെ വിഷമിച്ചു. അപ്പോ ദിവാകരനോട് ആശ്വസിപ്പിക്കുകയാണ്. എന്താ പറയാ, ഭവതി, സഹോദരി എന്നാണ് വിളിക്കുന്നത്. ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ വിഷമിക്കണ്ട, നീ അന്നൊരു കൊച്ചു ഇതായിരുന്നു, ഇപ്പൊ നീ വലിയായിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അറിയാത്തത്. എന്നിട്ട് സ്നേഹതത്വം ഉപദേശിക്കുകയാണ്. നിന്റെ ഈ സ്നേഹം അത് വെറും ഒരു വ്യക്തിയിൽ അർപ്പിക്കാനുള്ളതല്ല, അത് ലോക സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിവാകരൻ തിരിഞ്ഞു നടക്കുകയാണ്. ഈ സമയത്താണ് നളിനി ആകെ വിഷമിച്ചുകൊണ്ട് തൻ്റെ പ്രണയാഗ്നി ആളിക്കത്തിക്കൊണ്ട് അവൾ ആ കാൽക്കൽ വീണുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഏകധനമങ്, എൻ്റെ ജീവനങ്, എൻ്റെ മോക്ഷമത്, എൻ്റെ ഈശ, ഈ പദാംബുജത്തിന്റെ സീമ, ഇത് പോകിൽ ഞാനില്ല, ഇത് പോകിൽ ഞാനില്ല എന്ന് പറയുകയാണ്. പ്രണയത്തിന്റെ ആ ഒരു അഗ്നിജ്വാലയിൽ തൻ്റെ എല്ലാ മാനവും അഭിമാനവും എല്ലാം മറന്നുകൊണ്ട് നളിനി ആ കാൽക്കൽ വീണ് കരയുകയാണ്. ഇത് പോകിൽ ഞാനില്ല, എൻ്റെ ഏകധനമങ്ങ്, എൻ്റെ മോക്ഷവും അങ്ങ് തന്നെയാണ്, എൻ്റെ ഈശ, ഈ പദാംബുജത്തിന്റെ സീമ, ഇത് പോകിലില്ല ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദയവ് തോന്നി. അദ്ദേഹം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താ പറയാ, നളിനി ആ ദിവാകരന്റെ മാറിടത്തിലേക്ക് വീണ് അവളുടെ ജീവൻ പോയി. ആശാൻ പറയുന്നുണ്ട്, അടർന്നു വീഴുന്ന ഒരു ഹിമബിന്ദു പോലെ, ഞെട്ടറ്റ് വീഴുന്ന ഒരു പുഷ്പം പോലെ മാറിടം മരണശയ്യയാക്കി അവൾ എന്നൊക്കെ ആശാൻ വരികളിലൂടെ എഴുതി വെക്കുന്നുണ്ട്. അത്ര നേരെ വേണ്ടി വന്നുള്ളൂ നളിനിയുടെ പ്രണയം
സഫലമായി. ശാന്തവീജിയത് വീജിയത് പോലെ ഒരു തിരമാല എങ്ങനെയാണ് ഒരു തിരമാലയോട് ചേരുന്നത്, എങ്ങനെയാണ് ഒരു ശബ്ദത്തോട് ചേരുന്നത്, ഇങ്ങനെയൊക്കെയാണ് ആശാൻ എഴുതി വെച്ചിട്ടുള്ളത്. അവർ തമ്മിലുള്ള ആ ഒരു ആലിംഗനബദ്ധരായി നിൽക്കുന്ന ആ ഒരു നിമിഷം. അപ്പോഴാണ് ദിവാകരന് മനസ്സിലായി നളിനി മരിച്ചിരിക്കുന്നു. അപ്പോൾ നളിനിയെ അന്വേഷിച്ച് ആശ്രമത്തിൽ നിന്ന് സ്വാമിനി വരുന്നു. സ്വാമിനി ദിവാകരന്റെ മാറിൽ നിന്ന് അവളെ വേർപെടുത്തുന്നു, താഴെ കിടത്തുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി നളിനിയുടെ സംസ്കാര കർമ്മം നിർവഹിക്കുന്നു. പക്ഷേ ദിവാകരനെ ഒരിക്കൽ പോലും നളിനിയുടെ മരണം വേദനിപ്പിച്ചതേയില്ല. അദ്ദേഹം സന്യാസിയാണ്. അദ്ദേഹം പിന്നീട് കുറെ കാലം ജീവിച്ചു എന്നാണ് കവി പറയുന്നത്. ആശാന്റെ കൃതികളിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു കൃതിയാണ് ഈ നളിനി എന്ന് നിരൂപകന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. മുണ്ടശ്ശേരി മാസ്റ്റർ, ഉജ്ജ്വലമായ പ്രഭാഷകനായ മുണ്ടശ്ശേരി മാസ്റ്റർ ആശാനെ വിശേഷിപ്പിച്ചത് വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചു. അത് ദുരവസ്ഥ എഴുതിയത് കൊണ്ടല്ല, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ എന്നെഴുതിയത് കൊണ്ടല്ല. സ്നേഹം മാംസനിബദ്ധമല്ല സ്നേഹം എന്ന് ആശാൻ നമ്മളെ പഠിപ്പിച്ചു. ശരീരനിഷ്ഠമല്ല സ്നേഹം എന്ന് ആശാൻ നമ്മളെ പഠിപ്പിച്ചു. ആത്മാവും തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ഈശ്വരീയ ഭാവം, ആ സ്നേഹമാണ് ആശാൻ ഇവിടെ ആവിഷ്കരിച്ചത്. ആശാന്റെ കവിതകളിലുടനീളം ആ ഒരു സ്നേഹമാണ്. പരിശുദ്ധമായ രണ്ട് ആത്മാക്കൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന പരിശുദ്ധമായ ഏറ്റവും ഉദാത്തമായ ആ ഒരു സ്നേഹത്തെയാണ് ആശാന്റെ കവിതകളിലുടനീളം അവതരിപ്പിക്കുന്നത്. അതിനെയാണ് ആശാൻ പ്രണയം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ നാട് എവിടേക്കാണ് പോകുന്നത്? പ്രണയപരാജയമോ? ഇഷ്ടക്കേടുകളോ പ്രതികാരത്തിന് വഴിമാറുമ്പോൾ മലയാളിക്ക് മനസ്സാക്ഷി നഷ്ടമാകുന്നുവോ? എന്റെ കാമുകൻ കാമുകിയെ കുത്തിക്കൊല്ലുന്നു, കാമുകനെ ജ്യൂസ് കൊടുത്തു കൊല്ലുന്നു, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇതിന്റെ കാരണം ഞാൻ ചിലപ്പോൾ വിചാരിക്കാനുണ്ട്, ഇവരൊന്നും ആശാനെ വായിച്ചിട്ടില്ല, ആശാന്റെ ഏതെങ്കിലും ഒരു കൃതികൾ വായിച്ചിട്ടില്ല. എല്ലാ കൃതിയിലും ആശാൻ പരിശുദ്ധമായ ഈ പ്രണയമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മാംസനിബദ്ധമല്ല രാഗം എന്ന് ആശാൻ തുറന്നു പറഞ്ഞു. ശരീരബദ്ധമല്ല രാഗം, അത് ആത്മാവിനോട് തോന്നുന്ന രണ്ട് ജീവന്മാർ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന ആ ഈശ്വരീയമായ ആ ഒരു അനുഭൂതിയെയാണ് ആശാൻ ഇവിടെ പ്രണയം എന്ന് പറയുന്നത്. ചിന്താവിഷ്ടയായ സീതയിലൊക്കെ സീത രാമനെ വിമർശിക്കുന്നുണ്ടെങ്കിലും സീത തന്റെ ആ പ്രണയകാലത്തെ കുറിച്ച് ഓർക്കുന്നുണ്ട്. നളിനങ്ങൾ അറുത്തു നീന്തിയും കളിയാടി നിർഭൻ കുട്ടി പോൽ, സീത നിനക്ക് താമരപ്പൂക്കൾ ഇഷ്ടമല്ലേ, ഞാനത് നിനക്ക് പൊട്ടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നളിനങ്ങൾ അറുത്തു നീന്തിയും കുളിരേലും കയമാർന്ന മുങ്ങിയും കുളിനങ്ങളിൽ എന്നോട് ഓടിയും കളിയാടി നിർഭൻ അന്ന് കുട്ടി പോൽ എന്ന് സീത പറയുന്നുണ്ട്. സീതയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് സീതാകാവ്യത്തിലൂടെ ആശാൻ നമ്മോട് പറഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് സീത രാമനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ, എന്ന് കാട്ടിൽ ഞങ്ങൾ വാണത് എന്റെ കുറ്റമാണോ എന്നൊക്കെ സീത ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ കാഹളം മുഴക്കുകയാണ് ആശാൻ ചിന്താവിഷ്ടയായ സീതയിലൂടെ. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആശാൻ ധൈര്യം കാട്ടിയത് കൊണ്ടാണ് മുണ്ടശ്ശേരി മാസ്റ്റർ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് ആശാനെ വിശേഷിപ്പിച്ചത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഗുരുവിന്റെ സ്വാധീനം ആശാന്റെ കൃതികളിൽ ഉണ്ടായിട്ടുണ്ട്. അത് നല്ലപോലെ ആശാൻ അതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ശ്രീരാമൻ രാജ്യനീതിയുടെ പേര് പറഞ്ഞ് സീതയെ ഉപേക്ഷിക്കുന്നു, കാട്ടിൽ ഉപേക്ഷിക്കുന്നു. ജനങ്ങൾ അപവാദം പറയുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് സീതയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ ശ്രീരാമൻ ലക്ഷ്മണനെ ചട്ടം കെട്ടുന്നു. ലക്ഷ്മണൻ തന്റെ രഥത്തിൽ കയറ്റി സീതയെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു നദി കാണുന്നു. അപ്പോൾ സീത പറയുന്നു,
അനുജ, ഞാൻ ഈ നദിയിലിറങ്ങി ഈ ചൂടിൽ എൻ്റെ കൈയും മുഖവും ഒക്കെ ഒന്ന് കഴുകട്ടെ. ലക്ഷ്മണൻ എടത്തിയമ്മയെ നദിയിലേക്ക് ഇറക്കി വിടുന്നു. നദിയിൽ ഇറങ്ങി കൈയും മുഖവും കഴുകി നിവർന്നു നോക്കുമ്പോൾ രഥം മെല്ലെ നീങ്ങി പോകുന്നതാണ് സീത കാണുന്നത്. സീത പറയുന്നു, ലക്ഷ്മണ, അനുജ, ഞാൻ അതിൽ കയറിയില്ലല്ലോ, പിന്നെ എന്താണ് നീ രഥം നീക്കുന്നത്? ദുർഭരമായ ഈ ഗർഭഭാരവും വഹിച്ചുകൊണ്ട് ആ രഥത്തോടൊപ്പം ഓടിയെത്താൻ എനിക്കാവില്ല എന്ന് നിനക്കറിയില്ലേ? അപ്പോഴാണ് കണ്ണുനീർ തൂക്കിക്കൊണ്ട് ലക്ഷ്മണൻ പറയുന്നത്, എടത്തിയമ്മേ, അങ്ങയെ കാട്ടിൽ ഉപേക്ഷിച്ച് മടങ്ങി വരാനാണ് നിർബന്ധ കൽപ്പന. ഇത് കേട്ടപ്പോൾ സാക്ഷാൽ രാവണന്റെ അധികാര പരിധിയിൽ ഇരിക്കുമ്പോൾ പോലും തളരാത്ത സീത ആകെ തളർന്നുപോയി. ഇനി തനിക്ക് മുന്നോട്ട് ജീവിതമില്ല. താൻ ഈ കൊടുങ്കാട്ടിൽ ഒരു നിലാവ് പോലും കൂട്ടിനില്ലാതെ ആ കാട്ടുമുല്ലക്കരികിൽ ഇനി തനിക്ക് മുന്നോട്ട് ജീവിതമില്ല എന്ന് വിചാരിച്ച് തളർന്നു വീഴാൻ തുടങ്ങുമ്പോൾ ഒരു കൈ തൻ്റെ തോളിൽ വന്ന് പതിക്കുന്നതായി ആശാൻ എഴുതി വെച്ചിട്ടുണ്ട്. പെരുമാരിയിൽ മുങ്ങി മാഴികിടുന്നൊരു ഭൂമിക്ക് ശരത്ത് പോലവേ പരം എന്നരികത്തിലെത്തി ആ പരവിദ്യാനിധി നിന്നതോർപ്പു ഞാൻ. ആരാണ് വന്നത്? വാൽമീകി മഹർഷി, സാക്ഷാൽ വാൽമീകി മഹർഷി. ഇങ്ങനെ ആശാൻ എഴുതി വെച്ചിരിക്കുകയാണ്, പരം എന്നരികത്തിലെത്തി ആ പരവിദ്യാനിധി നിന്നതോർപ്പു ഞാൻ. സീത ചിന്തിക്കുകയാണ്. എന്നിട്ട് എന്തെന്നാ പറഞ്ഞത്? നികടത്തിൽ മദീയമാശ്രമം, മകളെ പോരിക, അതോർക്ക നിൻഗ്രഹം, അത് നിന്റെ വീടാകുന്നു. ഇവിടെ അരികിൽ എൻ്റെ വീടുണ്ട്, അത് നിന്റെ വീടാകുന്നു. നീ ദുഃഖിക്കരുത് മകളെ, നീ വിഷമിക്കരുത്. ഇത്രമാത്രം അനുകമ്പയെ ആർദ്രമായി ആവിഷ്കരിക്കുവാൻ ആശാൻ എവിടെ നിന്നാണ് കരുത്ത് കിട്ടിയത്? അത് സാക്ഷാൽ ഗുരുവിൽ നിന്നാണ്. അനുകമ്പയുടെ, പ്രിയമുള്ളവരെ, അനുകമ്പയുടെ മൂർത്തി മദ്ഭാവമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. തൻ്റെ അരികിൽ വന്നണഞ്ഞ ആ അനേകം രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തി. അനവധ്യ ദുഃഖത്താൽ വെന്ത് നീറിയിരുന്ന ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുവാൻ ഗുരു അനുഗ്രഹിച്ച് നൽകുന്ന പ്രസാദത്തിന് കരുത്തുണ്ടായിരുന്നു. അനേകം പേരുടെ ദാരിദ്ര്യമില്ലാതാക്കി, ഊമകളെ വാചാലരാക്കി. ഒരു മനഃശാസ്ത്രത്തിന്റെ പാഠവത്തോടെ പിശാചു ബാധിതരെ അവിടുന്ന് സുഖപ്പെടുത്തി. ഇങ്ങനെ അനുകമ്പയുടെ മൂർത്തി മദ്ഭാവമായിരുന്ന ശ്രീനാരായണ ഗുരുദേവനിൽ നിന്നാണ് ആശാന്, മഹാകവി കുമാരനാശാന് ഈ ഇത്രമാത്രം അനുകമ്പ തൻ്റെ കവിതകളിൽ ആവിഷ്കരിക്കുവാൻ. നമുക്കറിയാം, ആശാൻ മുനിയൊന്നും ആയിരുന്നില്ലല്ലോ, സന്യാസിയൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷേ ആശാൻ ഇത്രമാത്രം കരുത്ത് കിട്ടിയത് അത് സാക്ഷാൽ ഗുരുദേവനിൽ നിന്നാണ്. ശ്രീനാരായണ ഗുരുദേവന് സ്പർശിക്കാത്ത കർമ്മമണ്ഡലങ്ങൾ നമുക്കറിയാം. മനുഷ്യ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും, ക്ഷമിക്കണം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശിഷ്ടമായ ബന്ധം ഏത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് അമ്മ മക്കൾ ബന്ധം എന്നതാണ്. എന്താ, അച്ഛന് ബന്ധമൊന്നുമില്ലേ എന്ന് ചോദിച്ചേക്കാമുണ്ട്. ഇല്ലെന്നല്ല, എന്നാൽ സ്വന്തം ശരീരത്തിൽ നിന്ന് പ്രാണനും അന്നവും പകർന്നു നൽകി ഒരു ജീവനെ വളർത്തിയെടുക്കുവാൻ ഒരമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അമ്മയെ ആദരിക്കുന്ന ഭാരതീയരായ നാം ഭാരതത്തെ ഭാരതമാതാവെന്നും, ഭഗവത്ഗീതയെ ഗീതാമാതാവെന്നും, ഗംഗാനദിയെ ഗംഗാമാതാവെന്നും സംബോധന ചെയ്യുന്നു. നമ്മുടെ പുരാണങ്ങളിലും സ്മൃതികളിലുമൊക്കെ മാതൃത്വത്തെയും മാതൃമഹത്വത്തെയും കുറിച്ച് എത്രയെങ്കിലും നമുക്ക് കാണുവാൻ കഴിയും. മഹാഭാരതം ശാന്തി പർവ്വത്തിൽ മാതൃത്വത്തെ കുറിച്ച് പറയുന്നു. നാസ്തി മാതൃ സമാഗതി, അമ്മ നേർവഴിക്ക് മക്കളെ കൊണ്ടുപോകുന്നത് പോലെ മറ്റാരും കൊണ്ടുപോകില്ല. നാസ്തി മാതൃ സമന്ത്രാണം, അമ്മ രക്ഷിക്കുന്നത് പോലെ മറ്റാരും മക്കളെ രക്ഷിക്കുന്നില്ല. നാസ്തി മാതൃ സമാച്ഛായ, അമ്മ തണലേകുന്നത് പോലെ മറ്റാരും മക്കൾക്ക് തണലേകില്ല. നാസ്തി മാതൃ സമാപ്രിയ, അമ്മയ്ക്ക് തുല്യം പ്രിയപ്പെട്ടവളായി മറ്റാരുമില്ല. നമ്മുടെ മഹാത്മാക്കളുടെ എല്ലാം ജീവിതം എടുത്തു നോക്കിയാൽ അവരുടെ എല്ലാം ജീവിതം ചിട്ടപ്പെടുത്തിയതിൽ അമ്മയ്ക്ക് മഹത്തായൊരു സ്ഥാനമുണ്ട് എന്ന് കാണുവാൻ കഴിയും.
ഞാൻ വായിച്ചിട്ടുള്ളത് ശങ്കരാചാര്യ സ്വാമികൾ, വിവേകാനന്ദ സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായിരുന്ന ശിവലിംഗദാസ് സ്വാമികൾ, ഇവരുടെയെല്ലാം ജീവചരിത്രം വായിച്ചപ്പോൾ അവരുടെയെല്ലാം ജീവിതം ചിട്ടപ്പെടുത്തിയതിൽ അമ്മയ്ക്ക് മഹത്തായ ഒരു സ്ഥാനമുണ്ട് എന്ന് കാണുവാൻ കഴിഞ്ഞു. വിവേകാനന്ദ സ്വാമികൾ കൽക്കട്ട നഗരത്തിൽ ഭുവനേശ്വരി ദേവിയുടെയും വിശ്വനാഥ ദത്തന്റെയും പുത്രനായിട്ട് ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ കുതിരവണ്ടിയിലാണ് സ്കൂളിൽ പോവുക. ആ കുതിരവണ്ടിക്കാരനോട് ഒരു ആരാധന നരേന്ദ്രന് തോന്നിയിരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ ടീച്ചർ എല്ലാവരോടുമായിട്ട് ചോദ്യം ചോദിച്ചു, ആരാവാനാണ് ആഗ്രഹം? ഒരാൾ പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞു. നരേന്ദ്രന്റെ അടുത്തെത്തി. നരേന്ദ്രൻ പറഞ്ഞു, എനിക്ക് ഒരു കുതിരവണ്ടിക്കാരനാവണം. കുട്ടികളെല്ലാവരും ആർത്തു ചിരിച്ചു. ടീച്ചർ കഠിനമായ ഭാഷയിൽ അവനെ ശകാരിച്ചു. എന്താണ് നീ പറഞ്ഞത്? നിന്റെ അച്ഛൻ, മുത്തച്ഛൻ കൽക്കട്ട നഗരത്തിലെ പ്രസിദ്ധനായ ഒരു വക്കീലല്ലേ, എന്നിട്ട് നിനക്കൊരു കുതിരവണ്ടിക്കാരനായാൽ മതിയോ? അന്ന് വളരെ വിഷമത്തോടെയാണ് നരേന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചത്. ഭുവനേശ്വരി ദേവി, നരേന്ദ്രന്റെ അമ്മ, പതിവ് പോലെ പഠിക്കൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താടാ നിന്റെ മുഖം മത്തങ്ങ പോലെ ഇരിക്കുന്നത്? അങ്ങനെയല്ല ആ അമ്മ ചോദിച്ചത്. നമ്മുടെ എല്ലാ അമ്മമാര് ചിലപ്പോഴൊക്കെ കുട്ടികളെ വിളിച്ചുണർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എണീക്കടാ, 10 മണിയായി, എണീക്കടാ. അങ്ങനെയല്ല അവരെ വിളിച്ചുണർത്തേണ്ടത്. അവരെ സ്പർശിച്ചുകൊണ്ടായിരിക്കണം. അതിനുവേണ്ടി ഒരു 5 മിനിറ്റ് നീക്കി വെക്കണം. ശിവഗിരി മഠത്തിലെ സന്യാസി എപ്പോഴും പറയും, ഒരു സന്യാസി, മാതൃസ്നേഹത്തിന്റെ ആ മഹാസ്പർശം അവർ അനുഭവിച്ചറിയട്ടെ. അവരെ തഴുകി തലോടിക്കൊണ്ട് കുറച്ചു നേരം നീക്കി വെക്കുക, അവരെ വിളിച്ചുണർത്തുക. 10 മണിയായി, എണീക്ക്, സ്കൂളിൽ പോണ്ടേ. അതൊക്കെ തെറ്റാണ് അത്ര. മാതൃസ്നേഹത്തിന്റെ ആ മഹാസ്പർശം. ഇവിടെ ഭുവനേശ്വരി ദേവി മകന്റെ മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് മകനെ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? അവൻ ക്ലാസ്സിൽ നടന്ന സംഭവങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. ആ അമ്മ മകനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൂജാമുറിയുടെ വാതിൽ തള്ളി തുറന്നു. അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ തേര് തെളിയിക്കുന്ന ഒരു വലിയ ഫോട്ടോ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ആ അമ്മ പറഞ്ഞു, മകനെ നീ ഒരു കുതിരവണ്ടിക്കാരനായാൽ മതി, പക്ഷെ ഇതുപോലൊരു കുതിരവണ്ടിക്കാരനാവണം. അതാണ് അമ്മയുടെ ആഗ്രഹം. അർജുനന് തേരാളിയായി ഇരുന്നു കൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ മഹാസത്യങ്ങൾ, ഭാരതീയ തത്വചിന്തയുടെ നിഷ്കാമ കർമ്മ സിദ്ധാന്തം ലോകത്തിന് ഉപദേശിച്ചു കൊടുത്ത ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം. എപ്പോഴെപ്പോൾ ധർമ്മം നശിക്കുന്നുവോ, എപ്പോഴെപ്പോൾ അധർമ്മം തലപൊക്കുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ ജനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവതാരമെടുത്ത ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ താൻ ഉപദേശിച്ചു കൊടുത്ത മഹനീയ ആദർശങ്ങൾ സ്വജീവിതത്തിൽ ആജീവനാന്തം അനുഷ്ഠിച്ചു കാണിച്ച ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ഒരു കുതിരവണ്ടിക്കാരനായാൽ മതി എന്നാണ് ആ അമ്മ മകന് പറഞ്ഞു കൊടുത്തത്. ആശയ സമ്പത്ത് കൊണ്ടും ശക്തി കൊണ്ടും ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ ചെയ്ത് ഭാരതത്തിന്റെ ആത്മാവിലേക്ക് കടന്നു ചെന്ന് സ്വരാജ്യ സ്നേഹവും ദേശീയ ബോധവും ഉണർത്തിയ ഒരു സ്വാമി വിവേകാനന്ദനെ നമുക്ക് ലഭിച്ചത് മാതൃസ്നേഹത്തിന്റെ ആ മഹാസ്പർശം കൊണ്ടല്ലേ? അതാണ് പറയുന്നത്, നാസ്തി മാതൃ സമാഗതി. അമ്മ നേർവഴിക്ക് മക്കളെ കൊണ്ടുപോകുന്നത് പോലെ മറ്റാരും കൊണ്ടുപോകില്ല. രാവണവധാനന്തരം ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, അപി സ്വർണമയി ലങ്ക നമേ ലക്ഷ്മണ രോചതേ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി. ലങ്ക സ്വർണമയി ആണെങ്കിലും ലക്ഷ്മണ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അമ്മയും ജന്മനാടും എനിക്ക് സ്വർഗത്തെക്കാൾ വലുതാണ്. ആചാര്യസ്വാമികളുടെ കഥ പിന്നെ എല്ലാവർക്കും അറിയാലോ. ആചാര്യസ്വാമികളുടെ അമ്മ ആര്യ അന്തർജനം തൻ്റെ മകൻ വിവാഹം കഴിച്ചു കാണാനും കുടുംബജീവിതം നയിച്ചു കാണാനുമാണ് ആഗ്രഹിച്ചത്. പക്ഷേ സന്യസിക്കാനാണ് തൻ്റെ മകന്റെ ആഗ്രഹമെന്ന് അറിയിച്ചപ്പോൾ അത് ആ അമ്മയെ അത്യധികം വേദനിപ്പിച്ചു. ഒരു ദിവസം പുഴയിൽ കുളിക്കുകയായിരുന്ന ശങ്കരന്റെ കാലിൽ ഒരു മുതല പിടികൂടി തന്നെ സന്യസിക്കാൻ അനുവദിച്ചാൽ, കരയിൽ നിന്നും ഉറക്കെ കരഞ്ഞ അമ്മയോട് ശങ്കരൻ പറഞ്ഞു, തന്നെ സന്യസിക്കാൻ അനുവദിച്ചാൽ മുതല കാലിൽ നിന്ന് പിടിവിടുമെന്ന്. അങ്ങനെ ഗത്യന്തരമില്ലാതെ അമ്മ സന്യാസത്തിന് അനുവാദം കൊടുത്തു. ശങ്കരൻ നുണ പറഞ്ഞ് അമ്മയുടെ അനുവാദം മേടിച്ചു എന്നൊക്കെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതെന്തുമാകട്ടെ, എന്തായാലും അമ്മയുടെ അനുഗ്രഹവും ആശീർവാദവും വാങ്ങി ആചാര്യർ തൻ്റെ ദിഗ്വിജയത്തിനായി ഇറങ്ങി തിരിച്ചു. ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചു.
പോകുന്നതിന് മുൻപ് ആചാര്യർ അമ്മയ്ക്ക് 2 ഉറപ്പ് കൊടുത്തിരുന്നു. ഒന്ന്, അമ്മ തന്നെ കാണാൻ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തെത്തും. 2, അമ്മ മരിച്ചാൽ സംസ്കാരാദി ക്രിയകൾ ചെയ്യാൻ ഞാൻ അടുത്തുണ്ടായിരിക്കും. അങ്ങനെ അമ്മയുടെ ആശീർവാദവും അനുഗ്രഹവുമായി ആചാര്യർ തൻ്റെ ലക്ഷ്യത്തിനായി പുറപ്പെട്ടു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ആചാര്യർ തൻ്റെ ദിവ്യശക്തി കൊണ്ട് മനസ്സിലാക്കി അമ്മ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉടനെ തന്നെ കാലടിയിലെത്തി ശൈവ വൈഷ്ണവ സ്വരൂപങ്ങൾ അമ്മയ്ക്ക് ആസന്ന മൃത്യുവായ അമ്മയെ കണ്ട് നമിച്ച് ശൈവ വൈഷ്ണവ സ്വരൂപങ്ങൾ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, ശങ്കര, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, എന്റെ തലയിൽ കയറുന്ന മട്ടിൽ എന്തെങ്കിലും പറഞ്ഞു തരൂ എന്ന് ആ അമ്മ ആവശ്യപ്പെട്ടു എന്നും അപ്പോഴാണ് ശിവഭുജംഗ സ്തോത്രവും വിഷ്ണു ഭുജംഗ സ്തോത്രവും രചിച്ച് അമ്മയെ ചൊല്ലിക്കേൾപ്പിച്ചു. അങ്ങനെ വിഷ്ണു ഭഗവാനെ നേരിൽ കണ്ട് ആ അമ്മ മോക്ഷം പ്രാപിച്ചു എന്നൊക്കെ ചരിത്രം നമ്മോട് പറയുന്നു. ഈ സന്യാസം സ്വീകരിച്ചവനും പരദേശത്ത് പോയവനുമായ ആചാര്യരുടെ അമ്മയുടെ ജഡം ദഹിപ്പിക്കുവാൻ ആ നാട്ടിലുള്ളവരാരും സഹകരിച്ചില്ല അത്രേ. വലങ്കൈ മതിച്ചുണ്ടാക്കിയ ദക്ഷിണാഗ്നിയിൽ വിറകു ജ്വലിപ്പിച്ച് ആചാര്യർ അമ്മയുടെ സംസ്കാര കർമ്മം നിർവഹിച്ചു. അതിനുശേഷം കുണ്ടം വലം വെച്ചുകൊണ്ട് ഗദ്ഗദകണ്ഠനായി അമ്മയെ സ്തുതിച്ചുകൊണ്ടൊരു പദ്യമുണ്ടാക്കി. അതാണ് പ്രസിദ്ധമായ മാതൃപഞ്ചകം. അസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുജ്യം തനുശോഷണം മലമയീ ശയ്യാജ സംവത്സരി ഏകസ്യാഭി എന്താ പറയാ, അല്ലയോ അമ്മേ, പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ. അമ്മ പ്രസവ സമയത്ത് എന്താണ് 1000 ശൂലങ്ങൾ പഴുപ്പിച്ച് കുത്തിയിറക്കുന്ന ഒരു വേദന അമ്മ അനുഭവിച്ചിരുന്നു. അമ്മ എങ്ങനെയാണ് ഈ ആചാര്യർക്ക് ഇതൊക്കെ മനസ്സിലാവണത് അല്ലേ? ഒരു സന്യാസിക്ക് എനിക്ക് തോന്നുന്നു ഗുരുദേവനും ഇതൊക്കെ അറിയാമായിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ശൂലം കുത്തിയിറക്കുന്ന ഈ വേദന അമ്മ അനുഭവിച്ചിരുന്നു അമ്മയെ പ്രസവ സമയത്ത്. അസ്താന്താവതീയം പ്രസൂതി സമയ ദുർവാരശൂലവ്യഥ നൈരുജ്യം, രുചിയില്ലായ്മ അമ്മ അനുഭവിച്ചിരുന്നില്ലേ? നൈരുജ്യം തനുശോഷണം, എന്നെ ഗർഭം ഉണ്ടായിരിക്കുന്ന കാലത്ത് അമ്മ രുചിയില്ലായ്മ അനുഭവിച്ചിരുന്നില്ലേ? തനുശോഷണം, അതുകൊണ്ട് അമ്മയുടെ ശരീരം മെലിഞ്ഞു പോയിരുന്നില്ലേ? മലമയീ ശയ്യാജ സാംവത്സരി, 1 വർഷക്കാലത്തോളം എൻ്റെ ശരീരം അമ്മ മലമൂത്ര വിസർജനം ശയ്യയാക്കിയില്ലേ എനിക്ക് വേണ്ടി എന്നാണ് അമ്മ ചോദിക്കുന്നത്, ആചാര്യർ ചോദിക്കുന്നത്. ഇന്നുള്ള അമ്മമാര് അതൊന്നും അനുഭവിക്കണില്ല അല്ലെ? ഇന്ന് എന്താ ബിസിനസ്, സ്നഗ്ഗി, എവിടെയാണ് മലമൂത്രത്തെ മെത്തയാക്കുന്നത്? ഇല്ല. എന്തായാലും ആചാര്യർ അമ്മയുടെ പ്രസിദ്ധമായ ഈ മാതൃപഞ്ചകം ആ അമ്മയ്ക്കായി കൊണ്ട് നമസ്കാരം, എത്ര കൂലി തന്നാലും മതിയാവില്ല എന്നാണ് ആചാര്യർ ചൊല്ലിയത്. ഇങ്ങനെ മാതൃസ്നേഹത്തിന്റെ ആ മാസ്മരിക ഭാവം, മാതൃസ്നേഹത്തിന്റെ ആ മഹാസാഗരം, മാതൃസ്നേഹത്തിന്റെ ആ മഹാസ്പർശം, ത്യാഗത്തിലൂടെ, ക്ഷമയിലൂടെ, സഹനത്തിലൂടെ അമ്മയായി മാറുമ്പോഴുള്ള ഒരു സ്ത്രീയുടെ മഹത്വം ശ്രീനാരായണ ഗുരുദേവൻ കണ്ടറിഞ്ഞിരുന്നു പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ. തള്ളയെന്നയകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു കൂവുന്നു എന്താവതിങ്ങടിയനൊന്നരുളീടു ശംഭോ. എൻ്റെ അമ്മ എന്നെ 10 മാസം ഗർഭത്തിൽ ചുമന്ന് എരിപൊരി കൊണ്ട് ദീർഘമായി നിശ്വസിച്ച് കഠിനമായ വേദനയോടെ എന്നെ പ്രസവിച്ചു. അല്ലയോ ശംഭോ, അങ്ങയുടെ കാരുണ്യം അടിയന് തന്ന് അനുഗ്രഹിക്കണേ എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. എങ്ങനെയാണ് സന്യാസിയായ ഗുരുദേവൻ, ബ്രഹ്മചാരിയായ ഗുരുദേവൻ ഈ ഒരമ്മ അനുഭവിക്കുന്ന, ഗർഭിണിയായിരിക്കുന്ന ഒരമ്മ അനുഭവിക്കുന്ന ആ വേദന പോലും എങ്ങനെയാണ് ഗുരുദേവൻ മനസ്സിലാക്കിയത്? തൻ്റെ യോഗസിദ്ധി കൊണ്ട് ഗുരുദേവൻ അറിയാത്ത, അല്ലെങ്കിൽ ഗുരുദേവൻ അറിയാത്ത ഒരു കാര്യവും ഭൂമിയിലില്ല. ആരാണ് ഒരു യഥാർത്ഥ യോഗി?
യോഗി തൻ്റെ മുന്നിൽ വന്നു ചേർന്ന കർത്തവ്യങ്ങളെ അത് ഏതൊരു തലത്തിൽ നിന്നുകൊണ്ടായിരുന്നാലും ശരി സന്തോഷപൂർവം സർവാത്മന അനുഷ്ഠിച്ചുകൊണ്ട് പരമമായ ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്നത് ആരാണോ അയാളാണ് യഥാർത്ഥ യോഗി. മഹാഭാരതത്തിൽ കൗശികൻ എന്ന് പറയുന്ന ഒരു യോഗിയുണ്ട്. അയാൾ ഒരു ദിവസം ഒരു തപസ്സൊക്കെ കഴിഞ്ഞ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ഓം ഭൂർഭുവസ്സുവത്തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന ഗായത്രി മന്ത്രം ചൊല്ലി അങ്ങനെ ഇരിക്കുമ്പോൾ അയാളെ കയ്യിലേക്ക് എന്തോ വീണു. അയാൾ മേലോട്ട് നോക്കി, ഒരു കാക്ക തൻ്റെ കയ്യിലേക്ക് കാഷ്ടിച്ചിരിക്കുന്നു. അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ ആ കാക്കയെ ക്രൂരമായി നോക്കി. അതാ ആ കാക്ക തന്റെ മുന്നിലേക്ക് കത്തി വീണു, ഒരു ചാരമ്പായിട്ട് കത്തി വീണു. കൗശികൻ അയാൾ വിചാരിച്ചു, ഓഹോ, തൻ്റെ യോഗശക്തി ഇത്രയ്ക്കുണ്ടായിരുന്നോ, ഇത് തനിക്കറിയില്ലായിരുന്നു. തൻ്റെ യോഗശക്തിയുടെ പൗഷ്കര്യത്തിൽ അയാൾ അഹങ്കാരിയായി. അയാൾക്ക് പിറ്റേ ദിവസം ഗ്രാമത്തിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു, ഭിക്ഷയെടുക്കാൻ. നമുക്കെല്ലാം യോഗ്യമാരെല്ലാം ഭിക്ഷയെടുത്താണ് ജീവിക്കുക. അയാൾ ഒരു വീടിന്റെ മുറ്റത്ത് ചെന്ന് നിന്ന് ഭിക്ഷാന്തേഹി ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞു. അപ്പോൾ അകത്തു നിന്നൊരു ശബ്ദം, കുറച്ചു നേരം കാത്തു നിൽക്കൂ മകനെ. അയാൾ പറഞ്ഞു, അയാൾ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ യോഗശക്തി നിനക്ക് അറിയില്ല, എന്നോട് കാത്തു നിൽക്കാൻ പറയുന്നോ, എനിക്ക് വേഗം ഭിക്ഷ തരാതെ. കുറച്ചു നേരം കഴിഞ്ഞ് ആ അമ്മ പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മകനെ, നിന്റെ യോഗശക്തി ഞാൻ ആ കാക്കയല്ല എന്ന് പറഞ്ഞു. അയാൾ വീണ്ടും അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെ ഈ അമ്മ ഇതറിഞ്ഞോ? ഞാൻ എൻ്റെ ഭർത്താവിന് സുഖമില്ല, ഞാൻ എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് നിന്നോട് അല്പനേരം കാത്തു നിൽക്കാൻ പറഞ്ഞത്. ഞാൻ അനുഷ്ഠിക്കുന്ന യോഗം ഇത് മാത്രമാണ്. വിവാഹത്തിന് മുൻപ് ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചിരുന്നു, ഇപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നു. ഞാൻ അനുഷ്ഠിക്കുന്ന യോഗം ഇത് മാത്രമാണ്. എന്നാൽ ഈ ധർമാനുഷ്ഠാനം കൊണ്ട് തന്നെ ഞാൻ പ്രബുദ്ധയായിരിക്കുന്നു. അതുകൊണ്ടാണ് നീ കാട്ടിൽ വെച്ച് ചെയ്തതും മനസ്സിൽ വിചാരിച്ചതും എനിക്കറിയാൻ കഴിഞ്ഞത്. ഇനി കൂടുതൽ എന്തെങ്കിലും നിനക്ക് അറിയണമെങ്കിൽ നീ മിഥിലാ നഗരിയിലേക്ക് ചെല്ലുക. അവിടെ നീ ഒരു വ്യാധനെ കാണും. ആ വ്യാധൻ കുറെ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരും. ഞാൻ എന്തിനു മിഥിലാ നഗരിയിലേക്ക് പോകുന്നു? അതും ഒരു വ്യാധന്റെ അടുക്കലേക്ക്, ഒരു ഇറച്ചി വെട്ടുകാരൻ, അതാണ് വ്യാധൻ എന്ന് പറഞ്ഞ്. എങ്കിലും അയാൾ പോകാൻ തന്നെ തീരുമാനിച്ചു. അയാൾ ചെന്നു. അപ്പോൾ ദൂരെ നിന്നേ കണ്ടു, ഒരു വ്യാധൻ ഇറച്ചി വെട്ടുന്നു, അത് പൊതിയുന്നു, അത് കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു, അത് പെട്ടിയിലിടുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വ്യാധൻ ചോദിച്ചു, ആ അമ്മയാണ് അല്ലേ സ്വാമി നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? വീണ്ടും വ്യാധൻ അത്ഭുതപ്പെട്ടു, ഇയാൾ ഇതെങ്ങനെ അറിഞ്ഞു? അപ്പോൾ വ്യാധൻ പറഞ്ഞു, കുറച്ചു നേരം കാത്തു നിൽക്കുക, ഞാൻ എൻ്റെ ജോലി തീർത്തിട്ട് വരാം. അയാൾ അന്നത്തെ ജോലിയെല്ലാം തീർത്ത് പൈസയെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി വീട്ടിലേക്ക് മടങ്ങി. അദ്ദേഹത്തെയും കൂട്ടി വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന് ഇരിപ്പിടം കൊടുത്തിട്ട് പറഞ്ഞു, കുറച്ചു നേരം ഇവിടെ ഇരിക്കുക, ഞാൻ അകത്ത് പോയി എൻ്റെ അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചിട്ട് വരാം. അയാൾ അകത്ത് പോയി അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ച് പുറത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, സ്വാമി അങ്ങക്ക് എന്തറിവാണ് എന്നിൽ നിന്നും വേണ്ടത്? ആ വ്യാധൻ ആത്മാവിനെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചുമൊക്കെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിന് വളരെ കൃത്യമായിട്ട് വ്യാധൻ അതിന് മറുപടി കൊടുത്തു. അപ്പോൾ ആ യോഗി, കൗശികൻ എന്ന യോഗി അയാളോട് ചോദിച്ചു, ഇത്ര പരമമായ അറിവ് വെച്ചുകൊണ്ട് അങ്ങ് എന്തിനാണ് ഇത്രയും നീചവും നികൃഷ്ടവുമായ ഈ ജോലി ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, സ്വാമി ഒരു ജോലിയും നികൃഷ്ടമല്ല, ഒരു ജോലിയും നിന്ദ്യമല്ല. ഞാൻ ഈ ജോലി ചെയ്ത് എൻ്റെ അച്ഛനമ്മമാരെ പുലർത്തുന്നു, എൻ്റെ കുടുംബം നോക്കുന്നു. ഞാൻ അനുഷ്ഠിക്കുന്ന യോഗം ഇത് മാത്രമാണ്. ഈ യോഗാഭ്യാസം കൊണ്ട് തന്നെ ഞാൻ ധർമാനുഷ്ഠനായിരിക്കുന്നു. എൻ്റെ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ കർമ്മത്തെ ആലോചിച്ചുകൊണ്ട് അങ്ങ് വ്യാകുലനാവേണ്ടതില്ല. ഞാൻ ഈ ധർമാനുഷ്ഠാനം കൊണ്ട് തന്നെ സംതൃപ്തനാണ്. അപ്പോൾ ആരാണ് ഒരു യഥാർത്ഥ യോഗി?
തൻ്റെ മുന്നിൽ വന്നു ചേർന്ന കർത്തവ്യങ്ങളെ അത് ഏതൊരു തലത്തിൽ നിന്നുകൊണ്ടായിരുന്നാലും ശരി സന്തോഷപൂർവം സർവാത്മന അനുഷ്ഠിച്ചുകൊണ്ട് പരമമായ ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്നത് ആരാണോ അയാളാണ് യഥാർത്ഥ യോഗി. ശ്രീനാരായണ ഗുരുദേവൻ ഒരു യഥാർത്ഥ യോഗിയായിരുന്നു. മരുത്വമലയിലെ കൊടും തപസ്സിന് ശേഷം 1 കോടി ദിവാകരത്തുയരുമ്പടി പാരുടെ നീരനലാദികളും കെടുമാറി കിളിർന്നു വരുന്ന ആ പരമ്പൊരുളിനെ സാക്ഷാത്കരിച്ച ശേഷം, അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരം സിദ്ധിച്ച ശേഷം ഗുരുദേവന് വേണമെങ്കിൽ ഏതെങ്കിലും കാട്ടിലോ ഗുഹയിലോ പോയിരുന്ന് ധ്യാനിച്ച് മോക്ഷം നേടാമായിരുന്നു. അതുമല്ലെങ്കിൽ ആചാര്യസ്വാമികളെ പോലെ തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് ജയിച്ച് വിജ്ഞാനം കൊണ്ട് ദിഗ്വിജയം നേടി സർവജ്ഞ പീഠം കയറി മോക്ഷം നേടാമായിരുന്നു. അതുമല്ലെങ്കിൽ നമുക്കറിയാം ഗുരുക്കന്മാരുടെയും ഗുരുവായ വേദവ്യാസന് പോലും ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ഹിമാലയം. ആ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്ത് മോക്ഷം നേടാമായിരുന്നു. ഇതൊന്നുമായിരുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ അനുഷ്ഠിച്ച കർമ്മമാർഗം. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അജ്ഞതയുടെയും അന്ധകാരത്തിൽ അമർന്ന് ജീവിച്ചിരുന്ന ഒരു ജനതയ്ക്ക് വെളിച്ചമായി തീർന്നുകൊണ്ട്, വിദ്യയിലും വിദ്യത്തിലും അവരെ സമ്പന്നരാക്കിക്കൊണ്ട്, സംഘടന കൊണ്ട് ശക്തരാക്കി മാറ്റിയെടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. സഹജീവികളോടുള്ള ഈ അനന്തകാരുണ്യമാണ് ഭാരതം കണ്ടിട്ടുള്ള മറ്റൊരു ഋഷീശ്വരന്മാരിൽ നിന്നും ഗുരുദേവനെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ടാണ് കുമാരനാശാൻ പാടിയത്, അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സുവപസ്സും ധന്യത്വമൊടങ്ങാത്മതപസ്സും ബലി ചെയ്വൂ. അന്യർക്ക് ഗുണം ചെയ്യാൻ ആയുസ്സും വപസ്സും മാത്രമല്ല, തൻ്റെ ധന്യമായ തപസ്സു പോലും ബലി കൊടുത്ത മഹാഗുരുവാണ്, മഹാത്യാഗിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരു പരമ്പരയിലെ ഒരു പൊൻകണ്ണിയാണ് ഗുരു. വലിയ വലിയ തത്വങ്ങളെ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന മനുഷ്യ സ്നേഹിയാണ്. സംഘടന കൊണ്ട് ശക്തരായി മാറിയ നമ്മുടെ ഇന്നത്തെ ഈ ജീവിതം ശ്രീനാരായണ ഗുരുദേവന്റെ മഹാദാനമാണ്, യാതൊന്നിനാലും എതിർക്കപ്പെടാതെ. എന്നാൽ എല്ലാറ്റിനെയും എതിർക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തന സരണി, ഒരു പ്രവാചകന്റെ പ്രവർത്തനാവേശവും ഒരു ദാർശനികന്റെ അശ്രദ്ധമായ സഹിഷ്ണുതയും ഒത്തിണങ്ങിയ ഒരു വ്യക്തി വൈശിഷ്ട്യം, അതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവനെ എല്ലാവരും ദൈവമായി മനസ്സിൽ കണ്ട് ആരാധിക്കുക. ആ ദർശനങ്ങളെ നമിച്ചുകൊണ്ടും ആ കാലടികളെ പിന്തുടർന്നുകൊണ്ടും അസാധാരണമായ കവിത്വം കൊണ്ടും അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ മഹത്വം കൊണ്ടും ജനകോടികളുടെ ആരാധനയ്ക്ക് പാത്രമായ ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു തന്ന സ്വാധീനങ്ങളെ കൈവിട്ടു പോകാതെ നെഞ്ചോടമർത്തിപ്പിടിച്ചുകൊണ്ടും സംതൃപ്തമായ ഒരു സാമൂഹ്യ ജീവിതവും സംതൃപ്തമായ ഒരു വ്യക്തി ജീവിതവും നല്ലൊരു കുടുംബ ജീവിതവും കെട്ടിപ്പടുത്തുകൊണ്ട് എല്ലാവരും നല്ല ഗുരുഭക്തനായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.